നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലെമ്പാടും UDF തരംഗമായിരുന്നു. അത് കേന്ദ്രത്തിൽ BJP വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി മുന്നോക്കം നിൽക്കുന്ന ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുകയും അങ്ങനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDFനെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്തു. അതിൽ ഒരു സീറ്റ് LDFനും ഒരു സീറ്റ് BJPക്കും ബാക്കി 18 സീറ്റും UDFനാണ് കിട്ടിയത്. ബാക്കി 18 സീറ്റും UDFനാണ് ലഭിച്ചത്. ഇങ്ങനെയായിരുന്നു ആ ലോക്സഭയിലെ ഇവിടെ സീറ്റുകളുടെ എണ്ണം. എന്നാൽ BJP ഒരു സീറ്റിൽ ജയിച്ചു. അത് സുരേഷ് ഗോപിയിലൂടെ നേടിയതാണ്. സുരേഷ് ഗോപി വർഷങ്ങളായി തൃശ്ശൂര് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ എടുത്തുകൊണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി പിന്നെ സിനിമാ താരത്തിൻ്റെതായിട്ടുള്ള ഒരു മുൻഗണന അങ്ങനെയൊക്കെ വന്നപ്പോൾ സുരേഷ് ഗോപിയെ അവിടുത്തെ ജനങ്ങൾ കൈയച്ച് സഹായിക്കുകയും ഏകദേശം 80,000-ഓളം വോട്ടിന് അദ്ദേഹത്തെ ജയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ സുരേഷ് ഗോപി ജയിച്ച് കേന്ദ്രമന്ത്രിയായതിനു ശേഷം തനി വിടുവായുത്തരവും കേരള ജനതയ്ക്ക് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു MP ആയി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ഓരോ പ്രസ്താവനകളും അവരുടെ പാർട്ടിക്ക് തന്നെ വിനയായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ സുരേഷ് ഗോപി MP ആയതിനു ശേഷം, നേരത്തെ രാജ്യസഭാ MP ആയിരുന്നു അദ്ദേഹം. അതിനുശേഷം ആ രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചിട്ട് ഇവിടെ ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്നും മത്സരിച്ചു. 80,000 വോട്ടിന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അത് തൃശ്ശൂരിലെ ജനതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായിപ്പോയി എന്നുള്ളത് ഇപ്പോ അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ കന്യാസ്ത്രീമാരെ പിടിച്ചു വെച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ കേരളത്തിലെമ്പാടും മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ക്യാമ്പയിൻ നല്ല നിലയിൽ രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ കാര്യങ്ങൾ എത്തുകയും അവസാനം ആ കന്യാസ്ത്രീമാരെ വിടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സുരേഷ് ഗോപി ഈ നാട്ടുകൂട്ടം എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് ഇറങ്ങി. ഓരോ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള ആൽത്തറയിലും അതുപോലെ തന്നെ വൃക്ഷച്ചോട്ടിലൊക്കെ ഇരുന്നു കൊണ്ട് നാട്ടുകൂട്ടം എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ നടത്തി ജനശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഓരോ പരിപാടികൾ കൊണ്ടുവന്നത്. ആ പരിപാടികളിലെല്ലാം വിടുവായുത്തരങ്ങൾ പറയുകയും ഒരു രാജാവിനെ പോലെ ഇരുന്ന് പ്രജകളോട് സംസാരിക്കുന്നത് നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ജനാധിപത്യമാണെന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ എന്നുള്ള ഒരു സംഗതി മറന്നുകൊണ്ട് ആ ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രാജാവ് പ്രജ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം എയിംസിനെ കുറിച്ച് പറയുകയും ആ എയിംസ് കേരളത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേരള ഗവൺമെന്റ് ചെയ്തില്ല എന്ന നിലയിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കി. അതിനുശേഷം പിന്നീട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. വീണ്ടും പത്രപ്രസ്താവന നടത്തി പുള്ളി പറയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ അദ്ദേഹം പറഞ്ഞതിന് തെളിവ് വീഡിയോ സഹിതം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്ത് പ്രതികരിക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇവരെല്ലാവരും കൂടെ ചേർന്ന് വേറൊരു നുണ എഴുന്നള്ളിച്ചത് എയിംസ് ആലപ്പുഴ വന്നില്ലെങ്കിൽ പിന്നെ അത് ഞാൻ തമിഴ്നാട്ടിന് കൊടുക്കാൻ പറയുമെന്ന് ഒന്ന് തെളിയിക്കാവോ? ഇപ്പൊ രാജിവെച്ച് ഇപ്പൊ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകാൻ തയ്യാറാണ്. എവിടെങ്കിലും ഒന്ന് തെളിയിക്കാവോ? ഫ്ലാഷ് ബാക്ക്. തിരുവനന്തപുരത്തെ സ്ഥലം തരുമെന്ന് പറഞ്ഞാൽ ഞാനത് MK സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ കമ്പത്തേരിയിലേക്കോ കൊണ്ടുപോയിക്കോളാൻ ഞാൻ പറയേണ്ടി കാര്യമാണ്. പറഞ്ഞ വാക്കിന് ഒരു തുള്ളി വില കൊടുക്കാത്ത ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരും. അദ്ദേഹം ഇന്ന് പറയുന്നത് നാളെ പറയത്തില്ല, നാളെ പറയുന്നത് മറ്റന്നാൾ പറയത്തില്ല. ഓരോരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് പുള്ളിയുടെ വായിൽ നിന്ന് വരുന്നത്. അത് മാത്രമല്ല, പ്രായമുള്ളവരെ അവഹേളിക്കുക, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മുമ്പിൽ വരുന്ന മറ്റ് പ്രായമുള്ളവരെ ഒരു ബഹുമാനമില്ലാതെ പെരുമാറുക, മോശം വാക്കുകൾ ഉപയോഗിക്കുക, എന്ന് നിശ്ചിതമായി വിമർശിക്കുക തുടങ്ങിയ എല്ലാ കലാപരിപാടികളും പുള്ളി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ BJP ആയതിനു ശേഷമാണ് പുള്ളി ഇങ്ങനെ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത്. ഓരോരോ വാർത്താ സമ്മേളനത്തിലും അല്ലെങ്കിൽ ഈ നാട്ടുകൂട്ടം പോലുള്ള പരിപാടികളിലെല്ലാം കാണിക്കുന്നത് ഇത് തന്നെയാണ്.
അവിടെ വരുന്ന ജനങ്ങളെ ഒരു തരത്തിലും സഹായിക്കുകയുമില്ല. എന്നിട്ട് അധിക്ഷേപിക്കുന്ന വർത്താനങ്ങളുമായി സുരേഷ് ഗോപി MP ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോ വാക്കിന് വിലയില്ലാത്ത ഒരു മനുഷ്യനായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ഇപ്പോ ഏറ്റവും അവസാനം നടന്ന ഈ എയിംസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം കേരളത്തിൽ കൊണ്ടുവരും, ആലപ്പുഴ ജില്ലയിൽ തരുമെന്ന് പറഞ്ഞു. അതിനുശേഷം ആലപ്പുഴ ജില്ലയിൽ ഏറ്റെടുക്കാൻ കഴിയില്ല എങ്കിൽ നേരെ തമിഴ്നാട്ടിലേക്ക്, കേരളത്തിൽ ഒരിക്കലും ഒരിടത്തും ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. വീഡിയോ സഹിതം ഇപ്പൊ പുറത്തു വന്നിട്ട് ഇനി എന്ത് പറയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.